സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാനസ മനോജ് ചേരുകയാണ്. മാനസ, സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണോ മുന്നിൽ കാണേണ്ടത്? ചൂട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്ന് തന്നെ പ്രത്യാശിക്കാം. കാരണം അടുത്ത ബുധനാഴ്ച വരെയുള്ള മഴ പ്രവചനമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. കൂടുതലും തെക്കൻ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് എന്നതാണ് പ്രധാന കാര്യം. കാരണം തെക്കൻ കേരളത്തിലേക്ക്, മധ്യ തെക്കൻ കേരളത്തിലേക്ക് മഴ സജീവമാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോഴും ഭീഷണി നേരിടുന്നത് മലബാർ മേഖലകളിലാണ്. മലബാർ മേഖലകളിലായിരുന്നു അതീവ ചൂട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ചൂടിന് നേരിയ ആശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും വേനൽ മഴ മലബാർ മേഖലയിലേക്ക് എത്തപ്പെടാത്ത ഒരു സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ലഭിക്കുന്നത്. അതോടൊപ്പം നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. അതിനുശേഷം തിങ്കളാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, ചൊവ്വാഴ്ച പത്തനംതിട്ട, ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി എന്നിങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 5 ദിവസവും ഇടുക്കി ജില്ലയിൽ മഴ ലഭിക്കും എന്ന സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പാടെ വേനൽ ചൂട് മാറി നിൽക്കുന്നു. ഒപ്പം കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ ലഭിക്കുന്നു, മഴ സജീവമാകുന്നു. തെക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ മുന്നറിയിപ്പ് അറിയിച്ചിട്ടുള്ളത്. നേരിയ ആശ്വാസം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നല്ല ചൂട് തന്നെയായിരുന്നു സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്നത്. 2-3 ആഴ്ചകൾ തന്നെ ഈ ഉഷ്ണതരംഗ സാധ്യതയും അതോടൊപ്പം തന്നെ അതിതീവ്ര ചൂടും രേഖപ്പെടുത്തുന്ന സാഹചര്യം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. 2 ദിവസമാണ് ചൂടിന് നേരിയ ആശ്വാസം. കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 8 ജില്ലകളിലാണ്. അത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു. അപ്പോൾ സാധാരണ ഗതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മലബാർ മേഖലകളിലൊക്കെയും 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉണ്ടാകൂ എന്ന മുന്നറിയിപ്പ് ആണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ ചൂടിന് ശമനമുണ്ടാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി മേഖലകളിലൊക്കെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലബാറിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ചൂട് രേഖപ്പെടുത്തിയ വയനാട് ജില്ലയിലും സജീവമായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വരെയായിരുന്നു മഴ പ്രവചനം ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇപ്പോൾ ബുധനാഴ്ച വരെ മഴ യെല്ലോ അലർട്ട് ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ വിവിധ ജില്ലകളിലായി മലബാർ മേഖലകളിൽ ഉൾപ്പെടെ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്